Okay, good morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. Okay, start ചെയ്യാം നമുക്ക്. Yeah, okay. Start with prayer. എന്റെ ഓടിയതാ പിന്നെ അവിടെ നിന്ന് മഴ നല്ല കാർ വെച്ചിട്ടുണ്ട് അവിടുന്ന്. എന്താണ് നിങ്ങൾ പ്രയർ ചൊല്ലുന്നുണ്ടോ? ഇല്ല മാം. Okay. പിയാമന്നാൻ കിബ്തു യാ റഹ്മാൻ സാല ഐനൈനി ജിഅ്തു യാ സുബ്ഹാൻ അസ്ഹറു ഫീ കുല്ലി ലൈലിൻ അഫ്തശു ഫീ കുല്ലി ഹൗലിൻ ഐന അൻത യാ ഹബീബി أنت يا رحمن ربي يا منان كبت يا رحمن. Okay, next. Good morning, ma'am. Thought of the day. If you fail, never give up because fail means first attempt in learning. Okay. ഇനി നെക്സ്റ്റ് എന്താ? സ്റ്റാർട്ട് ചെയ്യാം. പറയൂ. കഴിഞ്ഞോ? സൈനിൻ ഇപ്പൊ ചെയ്യാറില്ല മാം. ഇല്ലേ, അതൊക്കെ അവസാനിപ്പിച്ചോ? വെറും തോട്ടമേ ഉള്ളൂ. ഓക്കെ. എന്ത് പറ്റി? എന്താണ് ക്ലാസ്സിന് വേണ്ട? സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? എക്സാം കഴിഞ്ഞതിന് ക്ഷീണമാണോ? ഇംഗ്ലീഷിന്റെ എക്സാം വളരെ ഞാൻ അറിഞ്ഞു കുറച്ച് കാര്യങ്ങൾ. ഇംഗ്ലീഷില് സിമ്പിൾ ആയിരുന്നു, വളരെയധികം സിമ്പിൾ ആയിരുന്നു. അല്ലേ മാം? ഓക്കെ. പിന്നെ എന്താണ് ഭയങ്കര സൈലന്റ് ആണല്ലോ ക്ലാസ്, എന്ത് പറ്റി എല്ലാവർക്കും? അതെന്ത് മിണ്ടാട്ടെ? ആ, സംസാരിക്കൂ എന്തെങ്കിലുമൊക്കെ. എല്ലാരും ഗുഡ് മോർണിംഗ് പറയണം. അങ്ങനെ എന്തോ? എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം നല്ലതായിരുന്നു മാം. വന്നാലേ ബാക്കി അറിയാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ വിചാരിച്ച പോലെ ആണോ? ഞാൻ വിചാരിച്ച പോലെ ഒന്ന് വന്നു. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ, എങ്ങനെയാണ് എക്സാം എങ്ങനെയാ വരാന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ മനസ്സിലാവും. പേടിച്ചു. മോക്ക് ടെസ്റ്റ് മാത്രം നോക്കിപ്പോയാ ഇങ്ങനെ ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് അധികം വന്നിട്ടേ ഇല്ല മിസ്സേ. ടെക്സ്റ്റ് വായിച്ചാൽ നന്നായിട്ട് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റും. ഇംഗ്ലീഷ് പറഞ്ഞത് കറക്റ്റാ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എക്സാം എങ്ങനെയാണ്, എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് ഇതേപോലെ മിസ് തരിക. അതെ. ക്ലാസ്സിലെല്ലാം മാം ഉണ്ടല്ലോ. ഞാൻ ഉണ്ടല്ലോ. അതെ. പക്ഷെ മെയിൻ എക്സാമിന് ഞാൻ വരില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. മോഡല് പറഞ്ഞുതരൂല. മോഡല് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകില്ലേ, അപ്പോൾ ക്ലാസ് കഴിയും, പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ ഉണ്ടാകും. ആ ടൈമിലൊന്നും ഞാൻ വരില്ല, പിന്നെ എന്നെ കാണാൻ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? മിസ് മോഡൽ പറഞ്ഞാൽ ഞാൻ വരണം എന്തായാലും. സ്പെഷ്യൽ ക്ലാസ് വെക്കണം. സ്നേഹമില്ല.
എന്തോ മിസ്സിന് നമ്മളോട് ഒട്ടും സ്നേഹമില്ല. അതെ, സ്നേഹം കൂടിപ്പോയിന്റെയാണ് ഇപ്പൊ ഇംഗ്ലീഷ് സിമ്പിൾ ആയത്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കട്ടെ വരാൻ പറ്റും. വന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അതെ അതെ. അപ്പോ ഇനി ക്ലാസ്സിലേക്ക് പോവാ. കുറച്ച് ദിവസമായില്ല നമ്മൾ ക്ലാസ് എടുത്തിട്ട്. ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. നമ്മള് യൂണിറ്റ് 8 വരെയും കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വൺ നമ്മുടെ നൗണും പ്രോനൗൺ ആയിരുന്നു. ദെൻ വെർബ്, ദെൻ തേർഡ് ചാപ്റ്റർ ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ്. കോൺവേർഡ് എടുത്തിട്ടില്ല. കോൺവേർഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ടെൻസ് ആയിരുന്നു, പിന്നെ അഡ്ജക്റ്റീവോ ആഡ്വേർബോ നൗൺ ഫ്രേസ് ക്ലോസ് ഇതൊക്കെയായിരുന്നു ടേം 1 ചാപ്റ്റേഴ്സ്. അതെല്ലാം കംപ്ലീറ്റ് ആണ്. അതിലെ കോൺവേർഡ് മാത്രമേ എടുക്കാത്തുള്ളൂ. അത് ഞാൻ എടുക്കാം. ഇന്നത്തോട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇനി യൂണിറ്റ് 9 ആണുള്ളത്. ഈ യൂണിറ്റ് 9 ഈ ചാപ്റ്റർ നിങ്ങൾ ക്ലാസ് എടുക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഞാൻ. ആരൊക്കെയാണ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവര് പറയൂ. ഞാനായിട്ട് പറയുന്നത് നല്ലത് നിങ്ങൾ തന്നെ വരുന്നതാണ്. ടീച്ചേഴ്സ് എവിടെ? ആരൊക്കെ റെഡിയാണ്? ഈ ചാപ്റ്റർ ഫുള്ള് നിങ്ങൾ തന്നെ എടുക്കണം കേട്ടോ. ക്ലാസ് എടുക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? മിണ്ടുന്നേ ഇല്ല, ഒരാള് മാത്രം. രണ്ട് വരട്ടെ. ഞാൻ പഠിപ്പിച്ചിട്ടല്ല, നിങ്ങൾ പഠിക്കും. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ ക്ലാസ് എടുക്കുന്നു. എനിക്ക് പറഞ്ഞു തരുന്നു. എനിക്ക് അറിയില്ല ആ ചാപ്റ്റർ, എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം എനിക്കും ബാക്കി എല്ലാവർക്കും. ഓക്കെ, ടേം 1 വരെ ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചേ. നിങ്ങൾക്ക് പഠിപ്പിക്കണ്ടേ? അറിയാം, നിങ്ങൾക്ക് പഠിക്കും. ഇതൊക്കെ ഇങ്ങനെയാണ് എല്ലാ ബാച്ചിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ ടോപ്പിക് കൊടുക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് അറിയില്ല മിസ്സേ എന്ന് പറയും. പിന്നെ നിങ്ങൾ ശരിയാവും. മാം ഓക്കെ ഓക്കെ, പ്രതീക്ഷ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് പ്രതീക്ഷ. ഓക്കെ, എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങൾ ക്ലാസ് എടുക്കണം കേട്ടോ. ഇത്രയും നാള് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ കേൾക്കട്ടെ നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോ ആരൊക്കെയാണ്? ഞാൻ വിളിക്കട്ടെ? ഒരു അഞ്ച് പേര് വിളിക്കട്ടെ. റെഡിയല്ലേ? ഇന്ന് ആരുമില്ലല്ലോ ക്ലാസ്സില്. സ്റ്റുഡൻസ് വളരെ കുറവാണല്ലോ. റസീദ. ഓക്കെ, റസീദ വിളിക്കാൻ പറ്റായിരുന്നു. റസീദ, ഇനി ആരാ? മിസ് ചോദ്യം ചോദിക്കാൻ പോണം. ചോദ്യമൊന്നുമല്ല, ഞാൻ കേറിയിട്ട് കുറച്ച് ദിവസമായി, എനിക്കൊരു ഐഡിയ ഇല്ല. വൈകി വന്നേനി ഇപ്പൊ തരാം ഞാൻ പാടി. ഓക്കെ, റസീദ, ആതിര മനോജ്. ഞാൻ വിളിക്കുന്നവരൊക്കെ നോട്ട് ചെയ്തേക്കിട്ടോ. റസീദ, ആതിര മനോജ്, ഫർസാന, നൗഫല. 4 പേരും ഉണ്ട്. ഓക്കെ, റസീദ, ആതിര മനോജ്, ഫർസാന, നൗഫല. ഓക്കെ, ഈ 4 പേര് കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്റെ പകരം വേറെ ആരെങ്കിലും വിളിക്കുവോ? ഞാൻ പണിച്ച് കിടക്കാണ്. അല്ലേ നാഫിലിയോ? നാഫിലിയോ നൗഫലിയോ? നൗഫലാണ്. തന്നെയാണ്. ഓക്കെ, ഇതില് ടെൻഷൻ അടിക്കാനൊന്നുമില്ല കേട്ടോ. എന്താണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്താണ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. 4 പേരും ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെഫർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യാം. എങ്ങനെ എടുക്കുന്ന ക്ലാസ്, എങ്ങനെയാണ് ടോപ്പിക് പ്രസന്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഒരു ഐഡിയ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്ന് ഒരാൾ പറയാം. ഓക്കെ, 2 പേര് വേണമെങ്കിൽ അങ്ങനെ പറയാം. 2 പേരും കൂടെ
കണ്ടീഷണൽ സെന്റൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണത് മനസ്സിലാക്കുക, എങ്ങനെയാണ് വരാന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കാം. ഓക്കെ, പറഞ്ഞു കൊടുക്കുക. ബാക്കി രണ്ടുപേരുണ്ടല്ലോ, ആ രണ്ടുപേര് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസോ പിന്നെ ഡൗട്ട് ക്ലിയറൻസോ അങ്ങനെ രണ്ടുപേര് ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കാം. അങ്ങനെ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാം, ക്ലാസ് എടുക്കാം. ഓക്കെ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിങ്ങൾക്ക് ചെയ്താവുന്നേ ഉള്ളൂ എല്ലാം. എന്നാണ് മിസ് പ്രസന്റ് ചെയ്യണ്ടേ? അടുത്ത നെക്സ്റ്റ് വീക്ക്. ആ, ഞാൻ വിചാരിച്ചു മിസ് ഇന്നങ്ങ് പറയുന്നത്. അത് ചെയ്യാം. ഇന്നല്ല, പ്രിപ്പയർ ചെയ്യണ്ടേ നിങ്ങള്? നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് തേഴ്സ്ഡേ ചെയ്യാം. ശരി, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ടീച്ചർ ആണെന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. അപ്പൊ ടീച്ചേഴ്സ് എങ്ങനെ ക്ലാസ് എടുക്കുക അറിയാലോ. നിങ്ങള് ടീച്ചേഴ്സിനെ കണ്ട് വളർന്നവരാണല്ലോ അവരല്ലേ. അപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങൾ എങ്ങനെയാ എടുക്കുക? ആരെയും എന്തോ എന്താണ് നിങ്ങൾ മ്യൂട്ട് ചെയ്യൂട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോ ക്ലാസ് നന്നായിട്ട് എടുക്കുക. നന്നായിട്ട് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവണം എന്താണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കുക. നെക്സ്റ്റ് തേഴ്സ്ഡേ ഈ ചാപ്റ്റർ ഞാൻ എടുക്കില്ല, നിങ്ങൾ തന്നെ എടുക്കണം. ഇനി ഒരാൾ ആബ്സെന്റ് ആണ് എന്നൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കണം. ഓക്കെ, 4 പേര് ക്ലാസ്സിൽ വേണം. 4 പേര് ഒരുമിച്ച് ക്ലാസ് എടുക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് ചോദിക്കും, ഞാനും ചോദിക്കും. ഞാൻ ചോദിക്കില്ല കേട്ടോ, ഇവര് ചോദിക്കും. സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കും. അവർക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ ഇത് എത്ര വലിയ ഇമ്പോർട്ടന്റ് ആയതും അത്രയും വലിയ ചാപ്റ്ററോ ഒന്നും അല്ല. സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രേ ഉള്ളൂ. അങ്ങനെ ആ ചാപ്റ്റർ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി 10th ചാപ്റ്റർ നമ്മൾ എടുത്താണ് കേട്ടോ. പ്രിപ്പോസിഷൻ നമ്മൾ എടുത്താണ്. മാം ഏത് ചാപ്റ്റർ ആണ് മാം? ഞാനിപ്പോ എത്തിയുള്ളൂ. ജ്യോതി, ഞാൻ ഒരു 9th ചാപ്റ്റർ യൂണിറ്റ് 9 ഒരു 4 പേരെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്ക് കൊടുത്തു. അപ്പൊ അവരാണ് നെക്സ്റ്റ് തേഴ്സ്ഡേ ക്ലാസ് എടുക്കാം. ഓക്കെ, ഇനിയുള്ളത് യൂണിറ്റ് 11. യൂണിറ്റ് 11ല് ഓക്കെ, ഇന്ന് സ്റ്റുഡൻസ് കുറവാണ് ക്ലാസ്സില്, ആണോ? ഇപ്പൊ ഇങ്ങനെ തന്നെയാണല്ലോ. ഇങ്ങനെ തന്നെയാ മാം, അത്രയൊക്കെ ഉള്ളൂ. ഇന്റേൺഷിപ്പിന് പോയവരാണ് കൂടുതലും മാം. ഓക്കെ, ഇനി ക്ലാസ് എടുക്കാൻ റെഡി ആയവര് ഒന്ന് എനിക്ക് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. നിങ്ങൾ വേണ്ട, ഓൾറെഡി ആ ടോപ്പിക് തന്നവരെ അയക്കണ്ട. ഓക്കെ, ഇനി ബാക്കിയുള്ളവര് ടോപ്പിക് ഞാൻ തന്നാല് പ്രസന്റ് ചെയ്യാൻ റെഡി ആണ് എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളുടെ പേര് ടെക്സ്റ്റ് ചെയ്താൽ മാത്രം മതി. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാക്കരുത് കേട്ടോ. വരട്ടെ, സെൻഡ് ചെയ്യൂട്ടോ. പേര് സെൻഡ് ചെയ്യണേ എല്ലാവരും. ഇരട്ടിയായവര് ഞാൻ പറയുന്നതിനേക്കാൾ നല്ല നിങ്ങൾ വരുന്നതാണ് കേട്ടോ. കാമർനിസന്നല്ലേ പേര്? അതെ. ഓക്കെ, അതായത് കാമർനിസ് ഇപ്പോ ക്ലാസ് എടുക്കാൻ റെഡിയാണ്. ഞാൻ ഒരു ടോപ്പിക് തന്നാല് ക്ലാസ് എടുക്കാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ എനിക്ക് പേര് സെൻഡ് ചെയ്താൽ മതി. റെഡി ആയവർ മാത്രം.
അതെ മാം, ഇന്നല്ലല്ലോ. ഇന്നല്ല, ആ, ഇന്ന് പെട്ടെന്ന് അങ്ങനെ ഞാൻ തരില്ല ടോപ്പിക് പ്രസന്റേഷൻ. റേഞ്ച് പോയി. ഞാനും റെഡിയാണ് മാം. ജ്യോതി, സലീന, സാഗ, ആയിഷ, സുമയ്യ, ഫാത്തിമ, പറയോ? ഷേർലി, പിന്നെ ആരൊക്കെയാണ്? കമറുനിസ. അപ്പൊ പേര് പറഞ്ഞോളൂ, പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, സെൻഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇതെന്തിനാ മാം പേര് പറയുന്നത്? ഒന്ന് പറഞ്ഞുതരാവോ? ആ, ഓക്കെ. ഞാനിപ്പോ ഒരു ടോപ്പിക് തരും. അത് ഇന്നല്ല, ഇനി വരുന്ന ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യണം. ആസ് എ ടീച്ചറായിട്ട് ക്ലാസ് എടുക്കണം. ഓക്കെ, അങ്ങനെ റെഡി ആണെങ്കിൽ എനിക്ക് നിങ്ങൾ പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, മതി, ധാരാളം. ടോപ്പിക് മതി കേട്ടോ, പേര് മതിയേ. നമ്മള് ഡയറക്റ്റ് സ്പീച്ച് യൂണിറ്റ് 11, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഇതിൽ ഓരോ ടോപ്പിക് ഉണ്ട്. അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ, ഇമ്പറേറ്റീവ്സ് ആൻഡ് എക്സ്ക്ലമേഷൻ. ഓക്കെ, 4 ടോപ്പിക്സ് ഉണ്ട് ഇതിൽ. ഈ 4 ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കണം. ഇപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഓക്കെ, അതായത് യൂണിറ്റ് 11 ഈ ചാപ്റ്റർ നിങ്ങൾ ക്ലാസ് എടുക്കണം. ഓരോ ടോപ്പിക്കും ഞാൻ തരും. ഒരു ഐഡിയ ഇല്ല ഇതിനെ കുറിച്ച് നിങ്ങൾക്ക്, അല്ലെ? ഒട്ടും ഐഡിയ ഇല്ല. നമ്മളിത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാവും. എല്ലാവരും പഠിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവൻ ഞാൻ പോലും പഠിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇപ്പോ ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കണ്ട. സെർച്ച് ചെയ്താൽ കിട്ടും, നന്നായിട്ട് ക്ലാസ് എടുക്കാനും പറ്റും. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഇതിന് പേടിക്കണ്ട, നമ്മൾ ടെൻഷൻ ഒക്കെ തന്നെ വേണ്ട. അപ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് ജ്യോതി, സലീന, സാഗ, 3 പേര് കേട്ടോ. ഒരു ഗ്രൂപ്പില് 3 പേര് വെച്ച്. ഗ്രൂപ്പ് നമ്പർ 1 ജ്യോതി, സലീന, സാഗ. മറന്നു പോകരുത്. നിങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഞാൻ മറക്കും ഇപ്പോ. ഓക്കെ, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഗ്രൂപ്പ് നമ്പർ 1 ആരൊക്കെയാണ്? സലീന, സാഗ, ജ്യോതി. ഒരു 3 പേരാണ് കേട്ടോ. ടോപ്പിക് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ 3 പേര് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ടോപ്പിക് വരുന്നത്. എന്താണ് ടോപ്പിക് മാം? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് യൂണിറ്റ് 11, ചാപ്റ്റർ യൂണിറ്റ് 11 ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് റിപ്പോർട്ടിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് ടോപ്പിക് വരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നൊരു ഐഡിയ ആദ്യം കൊടുക്കുക. എന്നിട്ട് ഈ ടോപ്പിക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ആയിഷ, സുമയ്യ, ഫാത്തിമ. ആയിഷ, സുമയ്യ, ഫാത്തിമ, സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ആയിഷ, സുമയ്യ, ഫാത്തിമ ആൻഡ് ടോപ്പിക് റിപ്പോർട്ടിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ടോപ്പിക് വരുന്നത്. ക്ലിയർ? Yes, okay. The third group, Shirley, Sheba, Kamarunnisa. Shirley, Sheba, Kamarunnisa. Group number 3, topic reporting of imperatives. Reporting imperatives ആണ് ട്ടോ. Reporting imperatives. Then Anusri, Hafsat,
Zayana. Group number 4, reporting exclamation. Okay. Reporting exclamation ആണ് നിങ്ങളുടെ ടോപ്പിക് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 4. ഓക്കെ. ക്ലിയർ ആയല്ലോ? ശ്രീകുട്ടിക്ക് ടോപ്പിക് ഇല്ല. ശ്രീകുട്ടിക്ക് ക്ലാസ് എടുക്കാൻ ഓക്കെ ബില്ലിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കിൽ നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്തോ. ഓക്കെ ആണോ? എന്താണ് ടെൻഷൻ ആയോ എല്ലാവർക്കും? പറയൂ. ഇല്ല മാം. ഇല്ല മാം. ഇല്ല മാം. ഇല്ല, ഈ ഡയറക്റ്റ് ആൻഡ് ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ പേര് ടൈപ്പ് ചെയ്തിട്ടത്. സ്പീക്കില് ഞാന് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തിനായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ, ഞാൻ കഴിഞ്ഞ ബാച്ചില് ഈ ടോപ്പിക് എല്ലാവർക്കും ഞാൻ കൊടുത്താണ് കേട്ടോ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ടെൻഷൻ മീൻസ് അവര് ഇത് മിസ് എടുക്കട്ടെ മിസ് ചെയ്യാനൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത്. കാരണം അവർക്ക് ഇനി മനസ്സിലാവില്ലേ ടോപ്പിക്. അതുകൊണ്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ടും അത് ഞാൻ ക്ലാസ് എടുത്താൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. ആക്സെപ്റ്റ് ചെയ്യാനും ക്ലാസ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ക്ലാസ് എടുത്തു കേട്ടോ. ക്ലാസ് എടുത്തു. ഈ 4 ടോപ്പിക്സും അവർ തന്നെയാണ് എടുത്തത്. അതിനുശേഷം അവരെന്നോട് പറഞ്ഞത് മിസ് ഇത് ഒരിക്കലും ഞങ്ങൾ മറക്കില്ലെന്നാ പറഞ്ഞത്. ഈ ടോപ്പിക് ഒരിക്കലും മറക്കില്ല. കാരണം അത്രയും അവരുടെ മനസ്സിൽ അതുണ്ട്. മനസ്സിലായോ? അവർ അത്രയും മനസ്സിലാക്കി പഠിച്ചു അത്. സോ ഞാൻ എടുത്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവർക്ക് മനസ്സിലായ ഒരു ചാപ്റ്റർ അതായിരുന്നു. ഓക്കെ. സോ അത് പറയുകയാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതാണ് അല്ലെ? ഏതൊരു ടീച്ചറും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഓരോ ടോപ്പിക്കും റെഫർ ചെയ്യുന്നതും പഠിക്കുന്നതും അവർ ക്ലാസ് എടുക്കുന്നത്. അതും നിങ്ങൾ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ കേൾക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ്. അത് ചിലപ്പോൾ മനസ്സിലാകാതിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷെ അത്രയും നിങ്ങളുടെ മനസ്സിൽ അധികം ഉണ്ടാവില്ല. പക്ഷെ പഠിപ്പിക്കുമ്പോ നിങ്ങൾ നന്നായിട്ട് പഠിക്കും അല്ലെ? ഇപ്പോ ക്ലാസ് എടുക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ വന്നു. ഇപ്പോഴേ ടെൻഷൻ വന്നു. നന്നായിട്ട് ക്ലാസ് എടുക്കണം. എനിക്കത് എത്രയോ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കണം എന്നൊരു ആഗ്രഹമാണ് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ളത്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ റെഫർ ചെയ്യും. കിട്ടാവുന്ന എല്ലാവർക്കും റെഫർ ചെയ്യും. നന്നായിട്ട് ഇപ്പൊ എല്ലാവരും ഗ്രൂപ്പ് ആണല്ലോ. അപ്പോ പരസ്പരം അത് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യുന്നത് ഷുവർ ആണ്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിലാണെങ്കിൽ ഇപ്പൊ എന്റെ സഹായം ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് ക്ലാസ് എടുക്കേണ്ടേ വരില്ല. കാരണം നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കും. ആർക്ക് ഡൗട്ട് വന്നാൽ പോലും നമ്മൾ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ നല്ലോണം മനസ്സിലാവുകയും ചെയ്യും. എക്സാമിനും ഈസി ആയിരിക്കും തോന്നുന്നു. ഈസി ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിന് ടെൻഷൻ വേണ്ട കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ചാപ്റ്റർ കണ്ടീഷണൽ സെന്റൻസ് ആയിരുന്നു കേട്ടോ. പറയാം. കണ്ടീഷണൽ സെന്റൻസ് ആണ് നെക്സ്റ്റ് വീക്ക് നമ്മൾ ക്ലാസ് എടുക്കാം. അതില് 4 ഗ്രൂപ്പ് അല്ലെ 4 മെമ്പേഴ്സിനെ ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അവര് മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം. സപ്പോസ് അതിൽ ഒരാളാണെങ്കിൽ പോലും ആബ്സെന്റ് ആണെങ്കിൽ ക്ലാസ് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ. കാരണം ഒരു ടോപ്പിക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തോടു കൂടി അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതിന് മിസ് ഞാൻ ആബ്സെന്റ് ആയിരുന്നു, എനിക്ക് അങ്ങനൊന്നും റീസൺ ഒന്നും പറയാതിരിക്കാം. മാക്സിമം റീസൺ അത്ര വലിയ റീസൺ ആണെങ്കിൽ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ വേണ്ടി ക്ലാസ് എടുക്കാം. പക്ഷെ എന്നാലും ഒരാളാണെങ്കിൽ പോലും അബ്സെന്റ് ആയെങ്കിൽ ആ ബാക്കിയുള്ളവരെ ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യണം. പൊതുവെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലെ? സോ നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇനി അപ്പൊ നെക്സ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു അത് യൂണിറ്റ് 9 കണ്ടീഷണൽ സെന്റൻസ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി സപ്പോസ് അവരാരെങ്കിലും ആബ്സെന്റ് ആയി, അതുകൊണ്ട് ആ ചാപ്റ്റർ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അതായത് ഈ ചാപ്റ്റർ ഡയറക്റ്റ് ആൻഡ് സ്പീച്ചിലെ ചാപ്റ്ററിലേക്ക് പോയിട്ട് അതിലെ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആ ക്ലാസ്സിൽ ഹാൻഡ് ഓവർ ചെയ്യും. ടോപ്പിക് അവരെടുക്കേണ്ടി വരും ക്ലാസ്. മനസ്സിലായോ? അതുകൊണ്ട് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്പർ 1 ഡയറക്റ്റ് സ്പീച്ചിലെ ഗ്രൂപ്പ് നമ്പർ 1 സ്റ്റേറ്റ്മെന്റ് അവരും കൂടെ പ്രിപ്പയർ ആയിട്ട് വരാം. ഓക്കെ. സപ്പോസ് എങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിന്
വരാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണ്. സോ അത് പറയുകയാണെങ്കിൽ എല്ലാവരും പ്രിപ്പയർ ആയിരിക്കണം. നെക്സ്റ്റ് വീക്കോട് കൂടി എല്ലാവരും റെഡി ആയിരിക്കണം. ആരെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടി വരും. നെക്സ്റ്റ് ക്ലാസ് ലീവ് ആണെന്ന് തോന്നുന്നു. രഞ്ജിത ഗ്രൂപ്പിലുണ്ടോ? ഓ അങ്ങനെ വാവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ എന്റെ ക്ലാസ് ഇപ്പോ ഞാൻ തേഴ്സ്ഡേ സപ്പോസ് എങ്ങനെ കയറാൻ പറ്റിയില്ലെങ്കിൽ അറിയാലോ, ഏതെങ്കിലും ക്ലാസ്സിലേക്ക് ഞാൻ ചിലപ്പോൾ കയറി വരും. മാക്സിമം പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കാൻ നോക്കാം എല്ലാവരും കേട്ടോ. ഓക്കെ, ക്ലാസ് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. നിങ്ങൾ അത്യാവശ്യം കോർഡിനേറ്റ് ചെയ്യുന്നവരല്ലേ, നിങ്ങളൊന്ന് ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യും, നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുക, ആരാണ് അടുത്ത ക്ലാസ് എടുക്കുക. ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണോ, അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പില് അതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് ലീഡർ ആരാണെന്ന് അറിയാം. ഗ്രൂപ്പ് ലീഡറോ ക്ലാസ് ലീഡറോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ കണ്ടീഷണൽ സെന്റൻസ് 4 ടൈപ്സ് ഇട്ടുന്ന ഇല്ല, അപ്പൊ 4 ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണോ? സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മാത്രമേ. ഓക്കെ, നിങ്ങൾ ഏത് ടോപ്പിക് ആണെങ്കിലും ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയണ്ട. ഇപ്പൊ ഞാൻ പ്രപ്പോസിഷൻ എടുത്തു, പ്രപ്പോസിഷനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ബിഗിനേഴ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി കൊടുക്കും. ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് വലിച്ചു കാര്യം എടുക്കണ്ട. മനസ്സിലായോ? എത്രത്തോളം സിമ്പിളായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് ക്ലാസ് എടുക്കാം. 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി നാളെയും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ക്ലാസ് എടുക്കാൻ വരാം. നാളത്തേക്ക് നിങ്ങൾക്ക് റെഡി ആവാൻ പറ്റുമോ? ചാൻസ് കുറവാണോ? ശ്രമിക്കാം. നോക്കാം മിസ്റ്റർ നാളേക്ക്. അത് നോക്കൂ, പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ ക്ലാസ് എടുക്കാം. അതായിരിക്കും എടുക്കുന്നത്. വേറെ ടോപ്പിക്, വേറെ ചാപ്റ്റർ ഞാൻ എടുക്കും. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ക്ലാസ് എടുക്കാനായിട്ട്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം ഇനി മുതൽ. ഞാൻ ഇനി മുതൽ മെന്റർ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങൾ ടീച്ചേഴ്സ് ആണേ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. മനസ്സിലാകില്ല എന്നൊരു ടെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. കൂൾ ആയിട്ട് വന്ന് ക്ലാസ് എടുക്കും. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല മാം. ക്ലിയർ അല്ലേ എന്റെ വോയിസ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടോപ്പിക് പ്രസന്റേഷൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ഓക്കെ, ക്ലിയർ. അപ്പോ 9 തന്നു, 11 തന്നു. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുക്കും. അതിൽ പേടിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കോൺകേർഡിലേക്ക് പോവാം. 4th ചാപ്റ്റർ കോൺകേർഡ്. ഫോർത്ത് അല്ലോ, 5th ആണ്. 5th ചാപ്റ്റർ കോൺകേർഡ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്. ഒരു എഗ്രിമെന്റ് ആണ്. കോൺകേർഡ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റും വേർബും തമ്മിലൊരു എഗ്രിമെന്റ്. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഒരുപാട് റൂൾസ് ഉണ്ട് കോൺകേർഡില്. റൂൾസ് ഉണ്ട്. ഒരു ഐ തിങ്ക് 24 റൂൾസ് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. 24 റൂൾസ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാം പഠിക്കണം, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മനസ്സിലാവാത്ത ഉണ്ടാകാം. ഇത്രയും കോൺകേർഡ് എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാം അറിയണം. പക്ഷെ എക്സാമിനാണെങ്കിൽ ഇതിന് എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരില്ല. സോ എക്സാമിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് ആ ടൈമിൽ ഞാൻ വന്ന് പറയും. ഇപ്പോ നിങ്ങൾ ഈ 24 കോൺകേർഡ് റൂൾസ് പഠിക്കണം, അറിഞ്ഞിരിക്കണം. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആണോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബോറടിക്കുന്നുണ്ടോ?
ഇതാണ് ഇല്ല മാം കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു മാം. എന്തോ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെന്ന്. മാമിന്റെ സംസാരം കേട്ട് പ്രോബ്ലം. പക്ഷെ നമുക്ക് ഒരു ദിവസം സംസാരിക്കാം കേട്ടോ. ഞാൻ ഇതുവരെ കുറെ നാളെ നിങ്ങളോട് സംസാരിച്ചിട്ട്. ഓക്കെ, സംസാരിക്കാൻ നമുക്ക് ടൈം ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനല്ല. ഓക്കെ, പെട്ടെന്നൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാവരും ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പൊ കോൺഗേർഡ് എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. കുറച്ച് ട്രിക്കി ആണ്, ശ്രദ്ധിച്ചിരിക്കാം. കാരണം ടെൻസ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മേ ബി. ഇപ്പോ ഇതില് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി. മൈ സിസ്റ്റർ ലിവ്സ് ഇൻ ദുബായ്. My sister lives in Dubai. Okay. Second, okay, my sisters live in Dubai. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്തോ നിങ്ങള്? Any difference? എന്താണ്? ഒരുപാട് ലിവ്സും ലിവും വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് മൈ സിസ്റ്റർ ലിവ്സ് ഇൻ ദുബായ്. ആ സെന്റൻസില് സബ്ജക്ട് എന്താണ്? സിംഗുലർ ആണ്. സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ. സിംഗുലർ വെർബ്. അതൊക്കെ ഓക്കെ, അതൊക്കെ പോട്ടെ. ടെൻസ് ഓർമ്മയുണ്ടോ? ടെൻസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ഞാൻ ഇതിലേക്ക് പോകുന്നുള്ളൂ. ടെൻസ് ഓർമ്മയുണ്ടോ ഇല്ലയോ? ഓർമ്മയുണ്ട്, ഉറപ്പാണല്ലോ. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ റൂൾസ് ഒന്ന് പറഞ്ഞേ. അതിന്റെ സ്ട്രക്ചറും അതിന്റെ റൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. Subject plus do or does plus first form of the verb plus object. ഓക്കെ, അതില് സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം? Singular. ടെക്സ്റ്റ് ചെയ്തേ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം എന്ന് ടെക്സ്റ്റ് ചെയ്തേ. സിംഗുലർ പ്ലൂറൽ എല്ലാവരും നിങ്ങളുടെ ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിരിക്കും. സിംഗുലർ ആണ് കേട്ടാ. യെസ്, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് സിംഗുലർ ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ ആയിരിക്കണം. മാറിപ്പോവരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കോൺഗഡിൽ വന്നിരിക്കുന്നത്. നോക്കി, മൈ സിസ്റ്റർ എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ലിവ് എന്തായി? ലിവ്സ് ആയി. വേർബ് സിംഗുലറൈസ് ആവണമെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെ, വേർബിൽ ബേസ് ചെയ്തിട്ട് എസ് ഒ ഇ എസ് ഒക്കെ ആഡ് ചെയ്യണം അല്ലെ. ഇവിടെ ലിവ് ആയതുകൊണ്ട് നമ്മൾ എസ് ആഡ് ചെയ്യണം. എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർബ് എന്തായി? സിംഗുലർ വേർബ് ആയിട്ട് മാറി. ഓക്കെ, സോ സിംഗുലർ സബ്ജക്റ്റ് കൂടെ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്തു. ഇവിടെയാണെങ്കിലോ മൈ സിസ്റ്റേഴ്സ് ആണ്, സിസ്റ്റേഴ്സ് പ്ലൂറൽ ആണ്. സോ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ലിവ് യൂസ് ചെയ്തു അല്ലെ. വേർബ് ഓൾറെഡി അത് പ്ലൂറൽ ആണ്. സോ നമ്മൾ ലിവ് യൂസ് ചെയ്തു. ക്ലിയർ? അത് ഫസ്റ്റ് റൂൾ. മനസ്സിലായല്ലോ? റൂൾ നമ്പർ 1 നോക്കിയേ. റൂൾ നമ്പർ 1, I take mangoes. ഇവിടെ ഐ സബ്ജക്റ്റ് ആണ്. സോ വന്നിരിക്കുന്ന വേർബ് എന്താണ്? ഐ ആയതുകൊണ്ട് പ്ലൂറൽ. ഇനി സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഒക്കെയാണ്.
He, she, Every. it, everybody. Everybody. He, she, it, everybody ആണ് സിംഗുലർ സബ്ജക്ട്. I, we, you, Ayyo, they. ayyo, devi. Ayyo. പ്ലൂറൽ സബ്ജക്ട്. ഇവിടെ ഐ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. സോ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് അപ്പൊ എന്തായിരിക്കണം? Plural. ഇവിടെ പ്ലൂറൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആണോ? ഐ ടേക്ക് മാംഗോസ്. അതെ. അതെ, ടേക്ക് ആണ് ഇവിടെ വേർബ് ആയിരിക്കുന്നത്. സോ വെർബ് അത് പ്ലൂറൽ തന്നെയാണ്. യു ടേക്ക് പപ്പായാസ്, അതും പ്ലൂറൽ തന്നെയാണ്. ഹി ലൈക്സ് ടീ, എന്താണ്? സിംഗുലർ ആണ്. Singular subject, singular. അപ്പോ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഹെഡിങ് എഴുതുക. കോൺകോർഡ് എന്ന ഹെഡിങ് എഴുതുക. കോൺകോർഡ് എഴുതിയിട്ട് ഒരു താഴെ അല്ലെങ്കിൽ ബ്രാക്കറ്റിലോ എവിടെയെങ്കിലും സബ്ജക്ട് ആൻഡ് വേർബ് എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്ട് ആൻഡ് വേർബ് എന്ന് എഴുതാം. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. കോൺകോർഡ് is an agreement between the subject and the verb. ഒന്നുകൂടി പറയാം. Concord is an agreement. Concord is an agreement between the subject and the verb. Concord is an agreement between the subject and the verb. Okay, അതിലെ റൂൾസ് അല്ലെ നമ്മൾ പറഞ്ഞു 24 റൂൾസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് റൂൾ എഴുതാം. റൂൾ നമ്പർ 1. റൂൾ നമ്പർ 1 ജസ്റ്റ് 1 നമ്പർ ഇട്ടാലും മതി. ഓക്കെ, ഫസ്റ്റ് 1 സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ജസ്റ്റ് എഴുതിയാൽ മതി. സിംഗുലർ സബ്ജക്ട് ഹൈഫോൺ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട് ഹൈഫോൺ പ്ലൂറൽ വേർബ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് റൂൾ നമ്പർ 1. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും എക്സാമ്പിൾസ് വരാം? ഇപ്പൊ കാണുന്ന എല്ലാ ഇതും എക്സാമ്പിൾസ് ആണ് കേട്ടോ. I take mangoes, you take papayas, he likes tea, it needs repairing, we like grapes, they like orange, she likes dates. ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വെർബ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സബ്ജക്റ്റും വെർബും തമ്മിൽ എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലായോ? കോൺവേർഡ് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വരാട്ടോ. ഇതാണ് റൂൾ നമ്പർ 1. എക്സാമ്പിൾസ് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾസ് എഴുതാം. റൂൾ നമ്പർ 1 നിങ്ങൾക്ക് അറിയാവുന്ന ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. കഴിഞ്ഞല്ലോ. ഇനി കഴിഞ്ഞോ? ഇനി റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 നമ്മൾ ഓക്സിലറീസ് പഠിച്ചു അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ്ലി പഠിച്ചതെല്ലാം ഓക്സിലറീസ് ആണ്. ഏതൊക്കെ സബ്ജക്റ്റിനും കൂടെ ഏതൊക്കെ ഓക്സിലറീസ് വരുന്നു നിങ്ങൾക്ക് അറിയാം. അത് ടെൻസിനെ ബേസ് ചെയ്തിട്ട് ഓക്സിലറീസ് മാറുമെന്ന് പറയാം. ഓക്കെ, പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഓക്സിലറി ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? പ്രസന്റ് ഓക്സിലറീസ് ഏതൊക്കെയാണ്? Is, are. Yeah, is, are ആണ് പ്രസന്റ് ഓക്സിലറീസ്. ആൻഡ് പാസ്റ്റ് Was, were. Where. Yeah, was, where ആണ്. അപ്പോ റൂൾ നമ്പർ 2 ഓക്സിലറീസിനെ ബേസ് ചെയ്തിട്ടാണ് വരാട്ടോ. I am a lawyer, she is a lawyer. Okay, clear? ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഓക്സിലറി ഏത് വരും? ഏത് വരും?
Is, ആണെങ്കിൽ is, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് ഓർ വാസ് ഒക്കെയാണ് വരാം. ഓക്കെ, ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ് ട്ടോ മാറാ. ആൻഡ് പ്ലൂറൽ ആണെങ്കിൽ ആറ് വേറൊക്കെയാണ് വരാം. ദെൻ ഐയുടെ കൂടെ എന്താണ് വരാം? പ്രസന്റ് ആണെങ്കിൽ ആം ആണ് വരാം. ഓക്കെ, ഇതാണ് നമ്പർ 2. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആയില്ല റൂൾസ്. ആ സെക്കൻഡ് റൂൾ ക്ലിയർ ആയില്ല. സെക്കൻഡ് റൂളില് മെയിനായിട്ട് നോക്കാട്ടോ. ഓക്സിലറീസിന്റെ കൂടെയാണ്. ഇപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ വന്നിരിക്കുന്നത് ഷി ഈസ്. ഷി ഈസ് ആണെങ്കിൽ ഷി എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്റെ വോയിസ് ക്ലിയർ അല്ലാത്ത കേട്ടോ. മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇവിടെ സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ഓക്സിലറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ? അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുക. ഈ ഓക്സിലറീസ് സംടൈംസ് വേർബ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. കണക്ഷൻ ഉണ്ട്, സബ്ജക്റ്റിന്റെ കൂടെ ഒരു കണക്റ്റഡ് ആണ് ഈ ഓക്സിലറീസ് എന്ന് പറയുന്നത്. സോ റൂൾ നമ്പർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെയാണ് വരാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് വാസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആർ വെയർ, ഐയുടെ കൂടെ ആം. ഇതിന് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നോ, നിങ്ങൾ എന്ത് എഴുതും? is, ഇതാണെങ്കിലോ they dash Are. play. They are. They are. Okay, ഓപ്ഷനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. ഇനി പാസ്റ്റ് ടെൻസ് ഇതാണ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ എഴുതാം. മനസ്സിലായോ? ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് ഇത് മാറും. നേരത്തെ പറഞ്ഞ പോലെ ഹീസ് ക്രിക്കറ്റ് പ്ലെയർ, അത് ഈസ് തന്നെ വരും. അത് ഓപ്ഷൻ ഈസ് ഇല്ല, വാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാസ് എഴുതാം. അതുപോലെ ദേ ഡാഷ് പ്ലേയിങ്, അവിടെ ആർ ഇല്ലെങ്കിൽ വേറെ ആണോ ഉള്ളതെങ്കിൽ നമുക്ക് വേറെ എഴുതാം. മനസ്സിലായോ? അപ്പൊ വരുന്നത് ഏതൊക്കെയായിരിക്കും? ആർ അല്ലെങ്കിൽ വേറെ ആയിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് അല്ലെങ്കിൽ വാസ് ആയിരിക്കും വരാം. ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം എഴുതാം. ഇപ്പൊ ഏകദേശം നമ്മൾ എക്സാം കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാകാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നിങ്ങൾ റൂൾ നമ്പർ 2 ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഒരുപാട് ആലോചിക്കേണ്ട, സിമ്പിൾ ആണ്, ക്ലിയർ ആണ്. അതാണ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി റൂൾ നമ്പർ 3. നിങ്ങൾ റൂൾ നമ്പർ 2 കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന, മനസ്സിലാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെയാണോ? എന്താന്ന് വെച്ചാൽ മനസ്സിലായി. ടെൻസ് പഠിച്ചത് കൊണ്ടും രണ്ടും സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോയത്. സ്പീഡില്ല, മനസ്സിലായിട്ടുണ്ട് എന്നാലും. ഇനി റൂൾ നമ്പർ 3 ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കും കേട്ടോ. ഓക്കെ, റൂൾ നമ്പർ 3 സബ്ജക്ട് ഇപ്പോ നമ്മൾ പറയാറുണ്ട്. ഇപ്പോ ഞാനും നീയും കടയിൽ പോയി അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കടയിൽ പോയി എന്ന് പറയും അല്ലെ. നമ്മൾ രണ്ടുപേരും കളിക്കുകയാണെന്ന് പറയും. ഇതൊക്കെ മലയാളമാണ്. രണ്ട് സബ്ജക്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ചേട്ടയും നമ്മൾ രണ്ട് സബ്ജക്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് സബ്ജക്ട് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? അത് പ്ലൂറൽ ആയിട്ടും വരും, സംടൈംസ് അത് സിംഗുലർ ആയിട്ടും വരും. മനസ്സിലായോ? അത് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി. ശരത് ആൻഡ് സനീത് ആർ മൈ ഫ്രണ്ട്സ്. രണ്ട് സബ്ജക്റ്റ് വന്നു. രണ്ട് സിംഗുലർ സബ്ജക്റ്റ് വന്നാല് ഓക്കെ, രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ജോയിൻ ചെയ്താൽ അത് പ്ലൂറൽ ആയിട്ട് മാറും.
പിന്നെ വരുന്ന ഓക്സിലറി ആണെങ്കിലും വെർബ് ആണെങ്കിലും എന്താണ് പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായി? The verb is plural when two singular subjects are joined. Okay? രണ്ട് സിംഗുലർ സബ്ജക്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന ഓക്സിലറി ആയിക്കോട്ടെ വെർബ് ആയിക്കോട്ടെ അത് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ശരത് ആൻഡ് സംഗീത് എന്ന് പറയുമ്പോൾ അതിനുശേഷം വന്നത് ഓക്സിലറി ആണ്, അതുകൊണ്ട് അവിടെ ആർ യൂസ് ചെയ്തു. മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ live. Live means അതൊരു verb ആണ്, സോ അവിടെ പ്ലൂറൽ verb ആണ് യൂസ് ചെയ്തത്. Is it clear? മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ നോട്ട് ഒന്ന് എഴുതിയേ. രണ്ട് സിംഗുലർ സബ്ജക്ട് ഒരുമിച്ച് വരാണെങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് പ്ലൂറൽ verb ആയിട്ട് മാറും. പ്ലൂറൽ വെർബോ പ്ലൂറൽ ഓക്സിലറീസ് ആയിട്ടോ മാറും. വരുന്ന അടുത്ത സെന്റൻസ്, അടുത്തൊരു വേർഡ്. മനസ്സിലായോ? ഇപ്പോ രണ്ട് സിംഗുലർ സബ്ജക്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ. The verb is plural when two singular subjects are joined. അങ്ങനെ തന്നെ എഴുതിയിട്ട് വേണമെങ്കിൽ ആ സെയിം തന്നെ എക്സാമ്പിൾസ് വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും ആ നോട്ട് എഴുതാം. അതായത് സബ്ജക്ട് കഴിഞ്ഞ് വരുന്നത് വെർബ് ആയിക്കോട്ടെ ഓക്സിലറി ആയിക്കോട്ടെ അത് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായോ? ഓക്സിലറി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, വെർബ് എന്താണെന്ന് അറിയാം. നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട് അല്ലെ. ഷീസ് എ ടീച്ചർ എന്നും പറയാം, ഷീസ് പ്ലേയിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ലിവ്സ് ഇൻ കാനഡ എന്നും പറയാം. നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? ഓക്സിലറീസ് യൂസ് ചെയ്തു, വെർബ് യൂസ് ചെയ്തു. യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യണം എന്ന് ആലോചിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ഓക്സിലറീസും സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ ഓക്സിലറീസും പ്ലൂറൽ സബ്ജക്റ്റ് വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, ഇതിങ്ങനെ റൂൾ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. ഇതിൽ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ അത്. അപ്പൊ ഈ പറഞ്ഞ പോർഷൻ മനസ്സിലായോ? ക്ലിയർ ആയോ? അത് ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? മാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിൽ രണ്ട് സിംഗുലർ സബ്ജക്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്ലൂരൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി ആയിരിക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ, രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് പ്ലൂറൽ ആയി മാറി. രണ്ടു പേരാണെങ്കിൽ അത് പ്ലൂറൽ അല്ലേ? അല്ലേ? ഞങ്ങൾ കളിക്കുകയാണ്, ഞങ്ങൾ എന്താണ്, നമ്മൾ രണ്ടുപേരും കൂടെ പോവാണെന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ട്, അത് പ്ലൂറൽ ആയി മാറി. അപ്പൊ ഓട്ടോമാറ്റിക് യൂസ് ചെയ്യേണ്ട എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പ്ലൂറൽ ആയിരിക്കണം. ഓക്സിലറി ആണെങ്കിലും വെർബ് ആണെങ്കിലും പ്ലൂറൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കോൺകർഡിലെ റൂൾ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത് അല്ലെ? ഇത്രയേ ഉള്ളൂ, അത് സിമ്പിൾ. ഇനി നെക്സ്റ്റ് ഇതിന് കൂടെ അത് ഞാൻ പിന്നെ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഇത്രയും നിൽക്കട്ടെ. റൂൾ നമ്പർ 3 തീർന്നിട്ടില്ല കേട്ടോ, ഒരെണ്ണോടെ പറയാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നാളെ നിങ്ങൾ ക്ലാസ് എടുക്കണ്ട കേട്ടോ. പ്രസീത ക്ലാസ് എടുക്കണ്ട കേട്ടോ. ഞാൻ കോൺകർഡ് കംപ്ലീറ്റ് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. എന്റെ കോൺകർഡ് എന്ന് തീരുന്നോ അന്ന് ക്ലാസ് എടുത്താൽ മതി. ഓക്കെ, ടൈം ഉണ്ട്. അപ്പൊ പിന്നെ എന്താണ്, എന്തോ പറയാനുണ്ടായിരുന്നു, മറന്നുപോയല്ലോ. ടെൻസ് ഒരിക്കലും മറക്കരുത്. ഇനി അങ്ങോട്ട് എനിക്ക് പ്രത്യേകം പറയാനായിട്ടുള്ള കാര്യമാണ്, ടെൻസ് മറക്കാൻ പാടില്ല. ഡയറക്ട് സ്പീച്ച് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് ടെൻസ് അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. സോ ഇനി മുതൽ ടെൻസ് നന്നായിട്ട് നോക്കാം. ഇനി ക്ലാസ്സിൽ അങ്ങോട്ട് ടെൻസ് ആവശ്യമാണ്. ഓക്കെ, അതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓക്സിലറീസ് ആണെങ്കിലും വേർബ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. റിപ്പോർട്ട് സ്പീച്ച്, നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിനാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും കേട്ടോ. സോ അത് ഈ ടെൻസ് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടെൻസിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ആക്കാം. കാരണം ടെൻസ് വിട്ടൊരു കളിയില്ല. ഇനി ടെൻസ് ആണ് മെയിൻ. ഇംഗ്ലീഷിലെ ഗ്രാമറിലാണെങ്കിലും ടെൻസ് ആണ് മെയിൻ. അപ്പൊ അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്ന് മുതലേ പ്രിപ്പയർ ചെയ്യോ കേട്ടോ. നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കാം. ഓക്കെ,
ക്യാമറ ഓൺ ചെയ്ത് ഒരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം, എന്താണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ക്ലാസ് എടുക്കാം. ഓക്കെ, അങ്ങനെ ഇഷ്ടമാണ് അത്, ഞാൻ ഒന്നും പറയില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടതിരിക്കുകയാണ്. നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ക്ലാസ്സിൽ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ക്ലാസ് എടുക്കുന്ന ഓരോരുത്തരും ടീച്ചേഴ്സ് ആണ്. ഞാൻ പോലും വിളിക്കുന്ന നിങ്ങളെ ടീച്ചർ എന്നായിരിക്കും. അപ്പൊ ആ ഒരു ചിന്ത വേണം കേട്ടോ. സ്റ്റുഡന്റ് ആയിട്ട് ഒരിക്കലും ക്ലാസ്സിലേക്ക് വരരുത്, ടീച്ചറായിട്ട് വേണം വരാൻ. മറക്കരുത് കേട്ടോ, സ്റ്റുഡന്റ് അല്ല ടീച്ചറാണ്. ഞാൻ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ടീച്ചറാണ്. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഒന്നും ഇല്ലല്ലോ, ആചാരങ്ങളൊക്കെ അവസാനിപ്പിച്ചു അല്ലേ? ഓക്കെ, സമയത്തിന്റെ പരിമിതി മൂലം അവസാനിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ ഇപ്പൊ സൈൻ ഔട്ട് ഒക്കെ ഉണ്ട്. സൈൻ ഇൻ മാത്രമേ ഇല്ലാതുള്ളൂ. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് തീരും കേട്ടോ. ഇംഗ്ലീഷ് പെട്ടെന്ന് തീരും, അതിന് പേടി വേണ്ട നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് സിമ്പിൾ ആണ് എനിക്ക് എല്ലാവരും. ടെൻസ് പഠിച്ചപ്പോൾ എനിക്ക് എല്ലാം സിമ്പിൾ ആണ്. ടെൻസ് പഠിച്ചാൽ നിങ്ങൾക്കും സിമ്പിൾ ആണ്. പഠിക്കാനാണെങ്കിലും മനസ്സിലാക്കാനാണെങ്കിലും എളുപ്പമാണ് കേട്ടോ, ഈസിയാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി നാളെ കാണാം. നാളെ ആതിര മിസ് ലീവാണ്, ആതിര മിസ്സിന് വയ്യാത്തോണ്ട് ലീവാണ്. സോ ഞാൻ തന്നെയായിരിക്കും വരാം. ഓക്കെ, എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. കോൺകട കുറച്ചുകൂടെ ട്രിക്കിയാണ്. ആതിര മിസ്സിന് എന്നാ പറ്റിയ പനിയാണ്. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഓൾ. ഞങ്ങളുടെ അന്വേഷണം പറയാനാ. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം.